എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മന്ത്രി ആനന്ദിന്റെ കല്യാണത്തിന് കൊണ്ടുവരുന്ന കാര്യം മീനാക്ഷിയോട് ബാലൻ സംസാരിച്ചു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, ഞാൻ ശ്രമിക്കാം അച്ചാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു, അത് മതി, ശ്രമിച്ചാ മതി എന്ന് പറയണം. പിന്നെ അനുശ്രീ പറഞ്ഞു, അതെ, 2000 രൂപ എടുത്ത് മാറ്റി വെച്ചേക്കണം കേട്ടോ അനുശ്രീ എന്ന് പറയണം. ഇനി എല്ലാ ദിവസവും 2000 രൂപ എടുത്ത് മാറ്റി വെക്കണം ആനന്ദിന്റെ കല്യാണത്തിന്റെ ചെലവിന് വേണ്ടിട്ടെന്ന് പറയണം. ഇതും പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് ആകെപ്പാട് ടെൻഷനോടുകൂടി ആകാശം മുറിയിലേക്ക് വരുവാണ്. കാര്യത്തിലൊരു തീരുമാനമായി. മിക്കവാറും മീനാക്ഷി തന്നെ ഇന്ന് പൊളിച്ചെടുക്കും, അവളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കണം എന്ന് കരുതി ഇരിക്കുകയാണ്. ആ സമയത്ത് മിത്ര പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കി, ഞാൻ പരിചയമില്ലാത്ത നമ്പരാ. എടുത്തിട്ട് ഹലോ പറയണം. അങ്ങ് തലയ്ക്കെന്ന് ഹലോ പറഞ്ഞപ്പോ മിത്രയ്ക്ക് ഒരു പരിചയം തോന്നില്ല. ഹലോ, ആരാന്ന് മിത്ര ചോദിക്കുക. എന്നെ മനസ്സിലായില്ലേന്ന് ചോദിക്കും. എന്നെ മനസ്സിലായെന്ന് വെച്ചാൽ ആരാ, എനിക്ക് മനസ്സിലായില്ല. എത്ര പെട്ടെന്ന് തന്നെ മറന്നു ചോദിക്കുക. ഒരു നിമിഷം മിത്ര ഞെട്ടി. അല്ല, എനിക്കും മനസ്സിലായില്ല. വീണ്ടും ആരാന്ന് ചോദിക്കാം. അതെ, അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ നിനക്ക്. എന്നെ മറക്കാൻ നിനക്ക് വഴിയുള്ളതല്ലോ എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുമായിരുന്നു. അത് മറ്റാരും ആയിരുന്നില്ല, മിഥുനായിരുന്നു വിളിച്ചത്. മിത്ര ഒരു നിമിഷം ആലോചിച്ചു. ഈ സമയം മിഥുൻ എന്ത് ചെയ്യണം, ആ ഫോണിന്റെ സിം ഊരിയിട്ട് വായിലേക്ക് ഇട്ട് ചവയ്ക്കുകയാണ്. ആ സമയം കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, ഇതെന്താടാ നീ മദ്യപിക്കുന്നതിന് മുമ്പ് തന്നെ ടച്ചിങ്സ് ചവച്ചു തുടങ്ങിയോന്ന് ചോദിക്കും. എടാ, ഇത് ടച്ചിങ്സ് അല്ല, സിമ്മാന്ന് പറയണ. സിമ്മോ? ഞാൻ വാങ്ങിയ പുതിയ സിമ്മോ? എടാ, അതെടുക്കാൻ ഞാൻ പെട്ട പാട്. നിന്റെ പേരിലൊന്നും അല്ലല്ലോ, എന്റെ പേരിലൊന്നും അല്ല. എന്നാലും എന്തിനാടാ ചവച്ചരിച്ച് കളഞ്ഞെന്ന് ചോദിക്കണം. അതെ, ഇനി അതിന്റെ ആവശ്യമില്ല. അല്ല, ഇപ്പൊ നീ ഇതിട്ട് പിന്നെ വിളിച്ചോ? അത് അവളെ ഒന്നും ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ട. ഇനി അവൾക്ക് തലയ്ക്ക് ഭ്രാന്തിളകും. അങ്ങനെ ആരിനെ സ്വൈര്യം കൊടുക്കത്തില്ല. എപ്പോഴും ഏത് നിമിഷം ഞാൻ അവളുടെ പുറകെ കൊണ്ട് നമ്മൾക്കൊരു തോന്നലുണ്ടാവണം, അതിന് വേണ്ടാന്ന് പറയണേ. ഇങ്ങനെ ഞാൻ പതുക്കെ അവളെ വട്ടം കിറയിക്കൊണ്ടിരിക്കും. അവളുടെ സ്വസ്ഥത സമാധാനം എല്ലാം കെടുത്തി. നിനക്കറിയാവോ, ഈ ലോകത്ത് മനുഷ്യൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനം എന്താന്ന്? മനസമാധാനമാണ്. അതില്ലെങ്കിൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയണം. അതാണ് അവളുടെ നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് പറയണം. ഈ സമയം മിത്ര ആകെപ്പാട് ടെൻഷനില്ല. മിത്രയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ ഒന്നും. ആരായിരിക്കും വിളിച്ചേ? പെട്ടെന്നാണ് ഓർത്തെ, മിഥുനാണോ ഇനി വിളിച്ചേ? അയ്യോ, ഇത് മിഥുനാണല്ലോ. എന്റെ ഭഗവാൻ, ഇനി എന്ത് ചെയ്യും? ആരിനോട് പറയണോ ആ കാര്യത്തെക്കുറിച്ച്? വേണ്ട, ആരിനോട് പറഞ്ഞ പാവ ആര്യൻ അവന് വല്ലാത്തൊരു സങ്കടമായിപ്പോ. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ചിലപ്പം ഇനിയിപ്പം ഇതിനെ അന്വേഷിച്ച് പോകുകയും ചെയ്യും. അതുകൊണ്ട് അതിന്റെ കാര്യമില്ല. തൽക്കാലത്തേക്ക് ആരോടും ഒന്നും പറയണ്ട എന്ന് കരുതിയിട്ട് മിത്ര അത് ഒളിപ്പിച്ചു വെക്കുക ചെയ്യുന്നേ. ഈ സമയത്ത് ബാലനും ഗോമതിയും മീനാക്ഷിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ബാലൻ പറഞ്ഞു, ഓ ദൈവം, ഇത്രയും വലിയ ബുദ്ധിമുട്ടാണോ ഒരു അറേഞ്ച്ഡ് മാരേജിന്? എനിക്ക് അറിയില്ലായിരുന്നു. ഓ, ഇത്രയും വലിയ പൊല്ലാപ്പ് പിടിച്ച പണിയാണ്. എത്രമാത്രം ടെൻഷനാണെന്ന് അറിയാവുന്ന ചോദിക്കുക. ധർമ്മം പറഞ്ഞു, അതെ, ആ കാര്യത്തില് ആകാശിനോടും അഹന്നോടും അളിയൻ നന്ദി പറയണമെന്ന് പറയാ. ഞാൻ എന്തിനാ അവരോട് നന്ദി പറയണേ? ഈ മാതിരി നൂലാമാലകളൊന്നും ഇല്ലാതെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചില്ലേ, അതുകൊണ്ട് അളിയൻ എന്താണ് പ്രശ്നമൊന്നും തന്നില്ലല്ലോ എന്ന് ചോദിക്കണം. ഇതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതാണോടാ കല്യാണം? ഇച്ചിരി പ്രഷർ ഉണ്ടെങ്കിൽ എന്താ, ഇത് അന്തസ്സോടെ നടത്താൻ പോകുന്നത്. അത് കല്യാണം എന്ന് പറയാൻ പറ്റില്ല. അത് കാരണം മനുഷ്യർ ഇപ്പോഴും തലയുർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയാ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചതിന്റെ പേരില്. ആ അവസ്ഥ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണേ. ഇത് കേട്ടത് മീനാക്ഷിയുടെ മുഖം ആകെപ്പാട് മാറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയ ചില അവസ്ഥ മീനാക്ഷി ഇരിക്കുകയാണ്. ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം സുഖമായെന്ന് വിചാരിച്ചോണ്ടിരിക്കണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം. ഈ സമയം ധർമ്മന് തോന്നി, ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. ധർമ്മം പതുക്കെ അവിടുന്ന് സ്കൂട്ടാവണം. അളിന്റെ ബാലിരിക്കുന്ന ചീത്ത മൊത്തം താൻ കേൾക്കേണ്ടി വരും. അപ്പോഴേക്കും ബാലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നോക്കിയപ്പോ ഉദയഭാനു വിളിക്കുന്നത്. ഉദയഭാനു സാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുകയാണ്. അല്ല, ബാലൻ തിരക്കിലായിരുന്നു ചോദിക്കും. അല്ല, പറഞ്ഞ സാറെന്ന് പറയണം. അതെ, ഈ കല്യാണം മുടക്കാനായിട്ട് ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ ബാല? അല്ലെങ്കിൽ ഈ കല്യാണം നടത്തുന്നോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിക്കാം. എന്താ സാർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. അല്ല, ബാലന്റെ മോനും എന്റെ മോളും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് 1-2 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അപ്പോയിന്റ്മെന്റ് പോലും കൊടുക്കാതെ ഇടിച്ചു കയറി വന്ന ആൾക്കാരാ. അവർ ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞിട്ടാ പോയെന്ന് പറയാ. ഇത് കേട്ടം ബാലന് ഒരു ഞെട്ടലുണ്ടായി. എന്റെ ഭഗവാനെ, എന്തൊക്കെയോ കേൾക്കണേന്നുള്ള രീതിയിൽ ചതിച്ചോ? ഇനി ഇയാൾ കല്യാണത്തിന് മാറുവോ, ഉദയഭാനു മാറുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് ബാലൻ പറഞ്ഞു, അല്ല സാറേ, സാറിനോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കാം. പറഞ്ഞ ആരെങ്കിലും ആട്ടെ, ഞാൻ പറഞ്ഞ സത്യോ ബാല, 1-2 പേര് വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. എന്നാലും കല്യാണ മുടക്കുകൾ തന്നെ വന്നേ. അവരെ ഒന്ന് ബാലിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞ. ബാലിനെ മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, സാറിന് അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ സാറിനോട് തുറന്നു പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉദയഭാനു പറഞ്ഞു, അത് ശരിയാ, എന്നോട് ബാലൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കില് അതുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ബാലന് വല്ലാത്തൊരു ഞെട്ടല്. ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുമെന്ന് പറയാ.
ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ പോകുന്നില്ലെന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലനൊരു സന്തോഷമായത്. അതെ, ഈ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ കല്യാണം മുടക്കുകളായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവർ വന്ന് ഓരോന്നൊക്കെ അനാവശ്യമായി പറഞ്ഞിരിക്കും. നാളെ മിക്കവാറും എന്നെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്. ഞാൻ വെറും തെണ്ടിയാണ്, എനിക്കൊന്നുമില്ല, ദരിദ്രവാസി എന്നൊക്കെ പറഞ്ഞിരിക്കും. ബാലനൊന്നും വിശ്വസിക്കല്ലെന്ന് പറയാണ്. ഇത് കേട്ടാൻ ബാലൻ പറഞ്ഞു, ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നെ കുറിച്ച് കേട്ട കാര്യങ്ങളൊന്നും സാറും വിശ്വസിച്ചില്ലോ, അതുകൊണ്ട് ഞാനും ആ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. എന്നാ ശരി, ആയിക്കോട്ടെ ബാല, ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലിനെ വിളിച്ചൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞെന്ന് പറയണം. അങ്ങനെ ശരീരം പറഞ്ഞിട്ട് ഉദയഭാനു ഫോൺ കട്ട് ചെയ്യണം. പെട്ടെന്ന് ബാലൻ പറഞ്ഞ്, കേട്ടില്ല ഉദയഭാനു സാറ് പറഞ്ഞേ ആരൊക്കെയോ കല്യാണം മുടക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടെന്ന്. ഈ സമയം ഗോമതിച്ച് ആരായിരിക്കും ബാലേട്ടാ? ആരാണെങ്കിലും നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ലെന്ന് മനസ്സിലായില്ലേ? അവരാരാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം മനസ്സിലായില്ലേ ഉദയഭാനു സാറ്? ഇനിയിപ്പം ഇതേ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ കല്യാണത്തിന് പിന്മാറില്ല എന്നുള്ള കാര്യം അത് തന്നെ ഒരു ഭാഗ്യം, സമാധാനമായി. ആകെപ്പാടെ കുറച്ച് സമയത്തേക്കൊന്ന് ടെൻഷൻ അടിച്ച് പോയായിരുന്നു പറയണം. ബാലൻ പറഞ്ഞു, അത് ശരിയാ, ഇനി കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുക തന്നെ ചെയ്യാം. ആരൊക്കെ പറഞ്ഞാലും ഈ കല്യാണം ഇനിയിപ്പം മുടങ്ങാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ബാലൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ സമയമാണ് മിത്ര വീട്ടിലേക്ക് വരുവാണ്. അല്ല, മിത്രയല്ല, ആര്യം വീട്ടിലേക്ക് വരിക. ആര്യം വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മിത്ര ആകെപ്പാട് ടെൻഷനോടെ ഇരിക്കുക. ആര്യം വന്ന് കഥയെ മുട്ടി. അപ്പം മിത്രയ്ക്കൊരു പേടി, ഇനിയിപ്പം വേറെ ആരെങ്കിലും ആണോ വന്ന് കഥയെ മുട്ടുന്നതെന്ന് അറിയില്ലോ. അങ്ങനെ മിത്ര കഥയുടെ അടുത്ത് പോയി നിന്നിട്ട് ആരാന്ന് ചോദിക്കുകയാണ്. ഞാൻ ആര്യനെന്ന് പറയണം. അപ്പോഴാണ് മിത്ര കഥ തുറക്കുന്നത്. എന്ത് പറ്റി? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതെ പേടിച്ചിരിക്കുന്ന പോലെ? പെട്ടെന്ന് മിത്ര കഥ അടച്ച് കുറ്റിയിടുവാണ്. ഒന്നുമില്ല, നീ ഇവിടുന്ന് പഠിക്കുമല്ലായിരുന്നു ചോദിക്കും. ആ, പഠിക്കുമായിരുന്നു. പക്ഷെ പഠിച്ചതിന്റെ മുഖമൊന്നും അല്ലല്ലോ കാണുന്നേ, മുഖത്ത് നല്ല ഒരു തന്റെ വിഷമോ സങ്കടമോ പേടി എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല എന്ന് പറയണം. അതാര്യനെ തോന്നുകയെന്ന് പറയണം. എന്നാ ചിലപ്പോൾ ശരിയായിരിക്കും, എനിക്ക് തോന്നുകയെന്ന് പറയണം. പിന്നീട് അതിനോട് ചാന്നി ഫുഡ് എടുക്കട്ടെ നിൽക്കും. എനിക്ക് വേണ്ടാന്ന് പറയണം. എന്താ അറിയാ, എന്തോ നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറയണം. ഇന്ന് നല്ല ഹെവി ലോഡ് ഉണ്ടായിരുന്നു, ക്രിസ്മസ് ഒക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് നല്ല ലോഡിങ് കൂടുതലുണ്ടായിരുന്നു. പൈസ കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാനത് ചെയ്തു. അതുകൊണ്ട് ദേഹത്തിന് മൊത്തം ഒരു വേദന ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടതും മിത്രയ്ക്ക് ആപ്പടെ വിഷമായി. തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ആര്യൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ. പാവം ആര്യൻ, താൻ കാരണം ഇപ്പോഴും ആര്യന് വേദന മാത്രമേ ഉള്ളൂ. എങ്ങനെ ആന്യെ രക്ഷിക്കുന്നത്? ആന്യോടും ഇതിനെക്കുറിച്ച് പറയണോ? വേണ്ട, ഇനിയിപ്പോൾ ഈ കൂടെ അതും കൂടെ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് നന്നായിട്ട് വേദനിക്കും. ആര്യം പറഞ്ഞ്, ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണെന്നറിയാവോ? നിന്നെ ഒരു നല്ല നിലയ്ക്ക് എത്തിക്കാൻ വേണ്ടാന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, വേണ്ട ആര്യ, എനിക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ ഏതൊരു ജോലി നോക്കിക്കോളാം എന്ന് പറയാം. വേണ്ട, ഇപ്പൊ തൽക്കാലത്തേക്ക് നീ വേറെ ജോലിയൊന്നും നോക്കാൻ പോണ്ട, നിന്റെ ജോലി പഠിത്തമാണ്, നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാണ്. പിന്നീട് ആര്യൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും മിത്ര പറഞ്ഞു, ആര്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞ ആരും സമ്മതിക്കുമെന്ന് ചോദിക്കുക. എന്താ? അല്ല, ആരിനെ വയ്യല്ലോ, നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ദേവമംഗലത്തേക്ക് തിരികെ പോയാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? അല്ല, ദേവമംഗലത്തേക്ക് തിരികെ പോയാലോ? എന്താ നിനക്കെന്താ പോകാൻ അങ്ങോട്ട് കൊതിയായെന്ന് ചോദിക്കുക. അല്ല, അവിടെയാണ് ഇപ്പോഴും എല്ലാവരും ഉണ്ടല്ലോ, ആരിന് ഇത്ര കഷ്ടപ്പാടും വരത്തില്ല, ആരിന് വേണേൽ പഠിക്കാൻ പോവുകയും ചെയ്യാലോ എന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിത്ര, നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ, പക്ഷെ ഞാനില്ല എന്ന് പറയണം. അല്ലാതെ അവിടെയാണെങ്കിൽ അമ്മ അച്ഛൻ അവരെല്ലാവരും ഉണ്ടല്ലോ, പോരാത്തന് ആനന്ദേട്ടനും മീനാക്ഷി ചേച്ചി എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് പോകാലെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് പൊക്കോ, പക്ഷെ എന്നെ പ്രതീക്ഷിക്കരുത്, ഞാൻ അങ്ങോട്ട് വരത്തില്ലെന്ന് പറയണം. ആകെപ്പാടെ വിഷമമായി പോയി മിത്രയ്ക്ക്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പോകാൻ ഉദ്ദേശിച്ച കാര്യം വേറൊന്നുമല്ല, ഇവിടെ തനിച്ചാണെങ്കിൽ ആ മിഥുൻ വന്ന് ഉപദ്രവിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാ, ദേവമംഗലത്താണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ, ആരും വന്ന് നേർക്ക് നേർ നിന്ന് പൊടാനായിട്ട് ഒരിക്കലും തയ്യാറാകത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആരിനോടാണെങ്കിൽ ഉള്ള സത്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. ആകെപ്പാടൊരു ബുദ്ധിമുട്ടായി പോയി മിത്രയ്ക്ക്. ഈ സമയം ആകാശ് ടെൻഷൻ അടിച്ച് മുറിയിരിക്കുക. ദൈവമേ, മീനാക്ഷി വന്ന തന്നെ ഇന്ന് വലിച്ചു കീറുന്നു മനസ്സിലായി. അപ്പത്തേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷി വന്നിരിച്ചു, നിങ്ങളുടെ അച്ഛനൊക്കെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചെന്ന് ചോദിക്കും. എന്താ? അവര് പറയുമ്പോ എല്ലാം അനുസരിച്ച് ഞാൻ അവിടെ കാലക്കീഴിൽ കൊണ്ടേ വെക്കാനായിട്ട് ഞാനിതെന്താ അലാവുദ്ദീനും അത്ഭുതങ്ങൾക്കും മറ്റും ആണോന്ന് ചോദിക്കണം. എന്താ മീനു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കും. പിന്നല്ല, മന്ത്രിനെ വിളിക്കണം പോലും, മന്ത്രി വരാതെ എന്താ ആനന്ദയുടെ വിവാഹം നടക്കില്ലെന്ന് ചോദിക്കും. അത് പിന്നെ അച്ഛന്റെ സ്വഭാവം അറിയാലോ. എന്തച്ഛന്റെ സ്വഭാവം? അച്ഛൻ അഹങ്കാരം മൂത്തിരിക്കുക, അല്ലാതെ എന്താ പറയണേ? ഉള്ളതും വെച്ച് മകന്റെ കല്യാണം നടത്താൻ നോക്കുവല്ലേ ചെയ്യുന്നേ. അപ്പൊ മന്ത്രി, MLA, MP എന്ന് വേണ്ട, എല്ലാരും കൂടെ വരണോന്ന് പറയണേ. എന്റെ മീനു, കുറച്ച് പതുക്കെ പറ, അച്ഛനെങ്ങാനും കേട്ടാല്. നീ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞല്ലോ. ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു പോലും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത് മീനു. എന്റെ ആകാശേ, ഒരു തവണ ഒരു ഫംഗ്ഷന് വന്നെന്ന് വെച്ചോണ്ട് എനിക്ക് കല്യാണം വിളിക്കാൻ പറ്റുമോ? ഞാൻ കല്യാണം വിളിച്ചോണ്ട് അങ്ങേരും കൂടെ വരാനിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. മീനു, നീ ഒന്ന് വിളിച്ചാൽ മതി, അദ്ദേഹം വരുമെന്ന് പറയണേ. പിന്നെ ഞാൻ വിളിച്ചാൽ വരാനായിട്ട് കുപ്പിന്ന് ഇറങ്ങിയൊന്ന് ബോധമല്ലേന്ന് ചോദിക്കുകയാണ്.
ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇതിലൊന്നും കിട്ടത്തില്ല വെറുതെ നാണം കിടാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഒരു കല്യാണം, ലോകത്തെങ്ങും അല്ലാത്ത കല്യാണമല്ല നടക്കാൻ പോണേ എന്നും പറഞ്ഞൊരു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആകാശ് പറഞ്ഞു, അത് മീനു, നമ്മുടെ സ്വപ്നം സബലീകരിക്കണ്ടേ, ഒരു കുഞ്ഞെന്ന മോഹം. ആനന്ദന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞിക്കാലം ഉണ്ടാകത്തില്ലേ, ഇത് മിണ്ടരുത് കുഞ്ഞിക്കാലം, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കാ നിനക്ക് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പോയി കിടക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആകാശം നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.